നമസ്കാരം. രാജ്യ തലസ്ഥാനത്ത് നിരവധി സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ രാജ്യത്തെ ആശങ്കയിലാഴ്ത്തുന്നത്. ചാണകപുരിയിലെ സംസ്കൃതി സ്കൂൾ, മയൂർ വിഹാറിലെ മദർ മേരി സ്കൂൾ, വസന്ത് കുഞ്ചിലെയും ദ്വാരകയിലെയും പബ്ലിക് സ്കൂളുകൾ, സാങ്കേതിലെ അമിറ്റി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ആദ്യം ഈ ഒരു ബോംബ് ഭീഷണി അടങ്ങിയ ഇമെയിൽ സന്ദേശം വന്നത്. കൂടാതെ നിരവധി സ്കൂളുകൾക്ക് ഈ സന്ദേശം വന്നതായുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആദ്യം 8 സ്കൂളുകൾക്ക് വന്ന ഭീഷണി പിന്നീട് 50, അതിനുശേഷം 80 എന്നിങ്ങനെയൊക്കെ ഒരു വർദ്ധിക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. എന്തായാലും ഈ ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സാങ്കേതിക സംഘത്തിന് ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇമെയിൽ സന്ദേശങ്ങൾ റഷ്യയിൽ നിന്നുള്ളതാണ് എന്നുള്ള സ്ഥിരീകരണം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഭീഷണി കാരണം മദർ മേരി സ്കൂളിൽ നടത്താനിരുന്ന പരീക്ഷ ഉൾപ്പെടെ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ ഭീഷണി സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ ഒരു മുൻകരുതൽ നടപടി എന്ന പോലെ അടിയന്തരമായി തന്നെ വിദ്യാർത്ഥികളെ ഒക്കെ തിരികെ അയച്ചിട്ടുമുണ്ട്. വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് വേണ്ടി രക്ഷിതാക്കളുടെ കൂട്ടം തന്നെ ദില്ലിയിലെ സ്കൂളുകളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നിലവിൽ ബോംബ് സ്ക്വാഡും അഗ്നിരക്ഷാ സേനയും ഒക്കെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെയും സംശയകരമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ RK പുരിയിലെ ദില്ലി പോലീസ് സ്കൂളിലും സമാനമായ ഭീഷണി സന്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് അതീവ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അധികൃതർ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിനുള്ള ഗൗരവം വലുതാണ്. നിലവിൽ മെട്രോകളിൽ ഉൾപ്പെടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് വലിയ ഒരു നിരീക്ഷണം തന്നെ ഇവിടെ ഏർപ്പെടുത്തുന്നുമുണ്ട്. നിലവിൽ എന്തായാലും ബോംബ് സ്ക്വാഡ് അടക്കം കൂടുതൽ സംഘം തലസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കൂടുതൽ കമാൻഡോകളെ വിവിധ പൊതു ഇടങ്ങളിൽ വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇത് റഷ്യയിൽ നിന്നുള്ള ഒരു ഇമെയിൽ സന്ദേശമാണ് ഈ സ്കൂളുകൾക്കൊക്കെ വന്നത് എന്നുള്ള സ്ഥിരീകരണം നൽകുമ്പോൾ ഈ സംഭവത്തിന്റെ ഗൗരവം വലുതാണ്. എന്താണ് ഇത്? വ്യാജ സന്ദേശമാണോ, അതല്ല ഒരു ഭീഷണി സന്ദേശം മാത്രമാണോ, അല്ല തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമോ അത്തരത്തിലുള്ള രാജ്യവിരുദ്ധമായ എന്തെങ്കിലും ഒരു ബന്ധം ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അന്വേഷണ വിധേയമാക്കും. നിലവിൽ എന്തായാലും ദില്ലിയിലേക്ക് കൂടുതൽ കമാൻഡോകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ മിനിറ്റുകളിൽ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.